അത് മലപ്പുറത്ത് നിന്നായിരുന്നു. വയലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരന്റെ മൃതദേഹം കാണാനെത്തിയ മുത്തശ്ശി മരിച്ചു എന്നുള്ളത് ചങ്ങനക്കാട്ടിൽ കുന്നശ്ശേരിയിൽ അസിയാണ് അങ്ങനെ ഹൃദയാഘാതം മൂലം മരിച്ചത്. ആ കുഞ്ഞിന്റെ മരണം അറിഞ്ഞെ തുടർന്ന് അവർ അല്പം അവശതയിലായിരുന്നു. മൃതദേഹം കാണാനെത്തിയപ്പോൾ അവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതം മൂലം അങ്ങനെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് പങ്കുവെക്കാനുണ്ടോ? എൽദോ, ഇന്നലെ വൈകുന്നേരമാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. അതറിഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ മുത്തശ്ശി ശ്വാസം മുട്ടലും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് രാത്രിയോടെ ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടിയതോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ എത്തിച്ചതോടെ ഹൃദയാഘാതം സ്ഥിരീകരിക്കുകയും ഏറെ വൈകാതെ മരണം ഉണ്ടാവുകയും ചെയ്തു. ഈ കുട്ടിയുടെ മരണവാർത്ത തന്നെയാണ് ഈ ഒരു സംഭവത്തിന് കാരണമായത് എന്ന് തന്നെ വേണം കരുതുവാൻ. ഇവരുടെ മൃതദേഹം ഇപ്പോൾ വയലത്തൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിലാണുള്ളത്. കാരണം ഇനി പോലീസിന്റെ നടപടികളും മറ്റും പൂർത്തിയാക്കേണ്ടതുണ്ട്. 9 മണിയോടെ പോലീസ് എത്തി മൃതദേഹം ഏറ്റുവാങ്ങി അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകും. തുടർന്ന് ആണ് മറ്റ് ഖബറടക്കത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നിശ്ചയിക്കുകയുള്ളൂ. എന്നാലും അതീവ ദാരുണമായ സംഭവമാണ് വയലത്തൂരിലുണ്ടായത്. ആകസ്മികമായ ഉണ്ടായ സംഭവം. ഈ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയാണ് കുട്ടി മരിച്ചത്. ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുവാൻ എളുപ്പത്തിലുള്ള ഒരു വഴി ഈ വീടിന്റെ ഇടയിലൂടെ ഉണ്ടായിരുന്നു. ഈ വീട്ടുകാർ, ഈ ഓട്ടോമാറ്റിക് ഗേറ്റുള്ള വീടിന്റെ ഉടമസ്ഥർ നിലവിൽ വിദേശത്താണ്. അവർ ഹജ്ജിന് പോയതാണ്. അപ്പോൾ ഈ കുട്ടി ഇതിലൂടെ കടന്നു പോയപ്പോൾ ഗേറ്റ് ലോക്കാവുക ആണ് ചെയ്തത്. തുടർന്ന് നാട്ടുകാരെത്തിയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തീർത്തും ദാരുണമായ സംഭവമാണ് വയലത്തൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്തോ ഓക്കെ, എന്നാലും ആ കുഞ്ഞ് സിനാന്റെ മരണം അതേ തുടർന്നാണ് മുത്തശ്ശി ആസിയയ്ക്കും മരണം സംഭവിച്ചത്. ഹൃദയാഘാതം മൂലമാണ് ആസിയയുടെ മരണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. CV അനുമോദ്, മലപ്പുറത്ത് നിന്ന്.